മസാല ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആസ്വദിക്കാനുള്ള സമയമാണ്. സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കോമഡി മസാല, നമ്മുടെ ഒരു കുടുംബത്തിലെ തന്നെ കിങ് ജോക്കേഴ്സിൽ നിന്ന് അനീഷ് ബാൽ ആൻഡ് ടീം. അനീഷടാ, തിരുവോണ നാളിൽ നമുക്ക് എന്താണ് സമ്മാനിക്കാൻ പോകുന്നത്, അതാണ് ചോദിക്കട്ടെ. തിരുവോണ നാളിൽ എന്താണ് സമ്മാനിക്കാനുള്ളത്? ഞങ്ങളുടെ സിനിമാ താരങ്ങളുടെ ശബ്ദമുണ്ട്. ആരിലാണ് സ്റ്റാർട്ട് ചെയ്തേ? സിദ്ദിഖ്. ജാനകി, നിന്റെ ലൈഫിൽ അല്ലെങ്കിൽ നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ്പ് ആക്ഷൻ മുഖം കൂട്ടിക്കൊണ്ട് ചിരിച്ചെല്ലാം ഞാൻ തയ്യാറാണ്. പക്ഷെ അവൻ കാർത്തികേയൻ, ഞാൻ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനെയാണ് അവൻ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് ചുമ്മാ അങ്ങ് ചിരിച്ചെല്ലാം മാത്രം ഞാൻ അത്രയ്ക്ക് പുണ്യാത്മാവൊന്നുമല്ല. ഗെറ്റ് ലോസ്റ്റ് ജാനകി, ഗെറ്റ് ലോസ്റ്റ്. നന്നായിട്ട് ചെയ്തു. ശരി, അപ്പൊ അജിത്തേട്ടാ ഞങ്ങൾക്ക് വേണ്ടി രതീഷിന്റെ വോയിസ്. കൽക്കാച്ചിന്റെ കക്ഷി രാഷ്ട്രീയമല്ല മോഹൻ തോമസിൻ്റെത്. ചർക്കയിൽ നൂറ്റെടുത്ത കതർ കൊണ്ട് കോട്ടും കോണകവും തൊപ്പിയും പാളത്താറും ധരിക്കുന്ന പഴയ രാഷ്ട്രീയക്കാരന്റെ ദില്ലിയല്ല. കേരളം എന്ന ഇട്ടാപട്ടത്തിൽ ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. താങ്ക് യു. ഇനി ജാഫ്രിക്കയുടെ ശബ്ദം. ജാഫ്രിക്ക ഒരു കോഴിത്തൂവല് ചെവിയിലിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. പറ്റൂല എനിക്ക്. ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കോഴിയില്ലാത്തവരുടെ വീട്ടിൽ പോയി കോഴീനെ അടിച്ച് മാറ്റിച്ച് അതിന്റെ തൂവിലെ വീട്ടിൽ ചത്താമതായിരുന്നു. എനിക്ക് 5 മണി അടിക്കുക. അങ്ങനെയാണ് അത് പറയാറ്. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന്റെ ശബ്ദം. എന്ത് മകളെങ്ങനെ ഇരിക്കുന്നേ? മകളൊന്ന് കൈയടിച്ച മകളെ. അവിടെ ഇവിടെ തന്നെ പൊട്ടി മോനെ. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങ. അങ്ങോട്ട് കയറി പോകണം. മൂടില്ലാത്ത തെങ്ങാണെങ്കിൽ താഴെ വീണ് മൂട് പോകും മോനെ. തുണ്ടുവല്ലൊക്കെ പാടിയപ്പോൾ എന്താ കാട്ടിയത്? പാടിയപ്പം ടെമ്പോ അങ്ങ് വന്നില്ല മകളെ. ഒരു പെട്ടി ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ചിട്ട് പോരാൻ മേലായിരുന്നു. നന്നായിരുന്നു മോനെ, സൂപ്പറായിരുന്നു. അതുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ശബ്ദമാണ്. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് കുതിപ്പിച്ചു. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖൊരാന മാജിക് പീക്കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മുപ്പര് നല്ല ഫിറ്റാ. ആ കാര്യം നല്ല എ ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഉരുതിൻ്റെ വോട്ടക്കീസ് എന്താവുള്ളേ സബ്നോം കി സിന്ദഗി जो कभी नहीं खत्म हो जाती है. शंभो महादेव. കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ കല നമ്മുടെയൊക്കെ ഈ വേദിയിൽ വന്ന് ഇവരുടെയൊക്കെ ഒപ്പം നിന്ന് അതേ കട്ടൊക്കെ പിടിച്ച് നിന്ന് കോമഡി കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു വലിയ കലാകാരിയാണ്. നമ്മുടെ ടീമിന് വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സന്ധ്യ ഇവിടെ നിൽക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ല. കഴിവിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുമ്പേ ഫിലിമിലൊക്കെ നല്ല ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യേണ്ട ആളാണ്. അത്രയും കഴിവുള്ള ഒരാളാണ്. നമുക്ക് സന്ധ്യനെ ഈ വേദിയിലേക്ക് വിളിച്ചിട്ട് സന്ധ്യയുടെ കഴിവിനെ വലിച്ച് പുറത്തേക്ക് അടിക്കാം. ഷീലാമ്മയുടെ വോയിസ് ഞാനിവിടെ അവതരിപ്പിക്കാൻ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അയ്യോ, എൻ്റെ മാത്തുക്കുട്ടി ചായൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു. എനിക്കെൻ്റെ കൊച്ചു മുതലാളിയെ
കൊച്ചു മുതലാളിയെ കാണാൻ ആഗ്രഹമുണ്ട്. എന്റെ കൊച്ചു മുതലാളി. എന്റെ പൊന്നു സന്ധ്യ ചേച്ചി മുത്താണ് മുത്ത്. എന്താ ഒരു എക്സ്പ്രഷൻ. അടുത്തത് ശീലാമ്മ പോലെ ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു കൊച്ചുകുട്ടി സംസാരിക്കുന്ന ഒരു അങ്കിൾ ബിനു അങ്കിൾ മോക്കൊരു ബലൂൺ വാങ്ങിച്ചു തരുമോ? മേടിച്ചു തരാമല്ലോ മോനെ. ഉല്ലാസങ്ങൾ വാങ്ങിച്ചു തരുമോ? തരാം. മോക്ക് ബലൂൺ വേണമെങ്കിൽ ഓണത്തിന് മോളെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കും, ഊഞ്ഞാലിടും. എൻ്റെ അമ്മമ്മ ഓണക്കഥകളൊക്കെ പറഞ്ഞു തരും. അങ്കിൾ എൻ്റെ വീട്ടിൽ വരുമോ? ആ വരാം. ഉല്ലാസങ്ങൾ വരുമോ? വരാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചേച്ചിയുടെ പെർഫോമൻസ്? ഇനി ഉണ്ട് കേട്ടോ, ഇനി വരുന്നുള്ളൂ. ചേച്ചിനെ കണ്ടാ പറയില്ല കേട്ടോ ചേച്ചി ഇത്രയും വലിയ സംഭവം സത്യം.